തന്നോട് മോശമായി പെരുമാറിയ യുവ നേതാവിനെതിരെ പരാതിയില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപം നടത്തിയവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് നടി റിനി ആൻ ജോർജ്. വിവിധ യൂട്യൂബ് ചാനലുകളിലൂടെയും വ്യാജ പ്രൊഫൈൽ വഴിയും തനിക്ക് നേരെ പെയ്ഡ് ആക്രമണം ഉണ്ടായെന്നാണ് യുവതിയുടെ ആക്ഷേപം. തനിക്കെതിരെ നടക്കുന്നത് ആസൂത്രിതമായ സൈബർ ആക്രമണമെന്ന് യുവതി പരാതിയിൽ പറയുന്നു. രാഹുൽ ഈശ്വർ, ഷാജൻ സ്കറിയ, ക്രൈം നന്ദകുമാർ അടക്കമുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നടി മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയില്ലെന്ന നിലപാടിലാണ് ഇപ്പോഴും റിനി. സൈബർ ആക്രമണങ്ങളിലും അപകീർത്തികരമായ പരാമർശങ്ങളിലും കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. വിവിധ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവർക്കെതിരെയാണ് റിനിയുടെ പരാതി. രാഹുൽ ഈശ്വർ, ഷാജൻ സ്കറിയ, ക്രൈം നന്ദകുമാർ എന്നിവർക്കെതിരെയും പരാതിയുണ്ട്. മുഖ്യമന്ത്രിക്ക് പുറമെ എറണാകുളം റൂറൽ SP, മുനമ്പം DYSP എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. നടക്കുന്നത് പെയ്ഡ് ആക്രമണമാണെന്ന് റിനി ആരോപിച്ചു. നേരിട്ട് ആക്രമണം നടത്തുന്നവരെ മാത്രമല്ല, പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും കണ്ടെത്തണം. തന്നെ മാത്രമല്ല, തന്റെ പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയും ബാധിക്കുന്നുവെന്നും റിനി പറഞ്ഞു. ഞാൻ സൈബർ ആക്രമണത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ മുതൽ ഈ സമയം വരെ നിരന്തരമായ സൈബർ അറ്റാക്കാണ് എനിക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഒരു കാര്യമായിട്ട് തന്നെ എടുത്തിട്ടില്ല. ഞാനത് പോസ്റ്റിൽ ഇടുകയും ചെയ്തിരുന്നു. ഞാനതൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത്. കാരണം കൊള്ളുന്നവർക്ക് പൊള്ളുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ സത്യം എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇപ്പോൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചതിന് കാരണം എൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളൊക്കെ പറഞ്ഞു, അതായത് ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കണം. കാരണം പ്രത്യേകിച്ചും ഇങ്ങനെ വേദനകൾ പുറത്തു പറയുന്ന ഇരകൾക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്ക്, അപ്പോൾ ഇരകൾക്ക് മൊഴി കൊടുക്കാനോ പരാതി കൊടുക്കാനോ ഒക്കെ ഭയം വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ തന്നെ മുൻകൈ എടുത്തിട്ട് അതിൽ പരാതി കൊടുക്കുകയും അതിന് വേണ്ട നടപടിക്കായി ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് വേണ്ടിയിട്ടല്ല, എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ സൈബർ പോലീസിനും അതുപോലെ പോലീസ് മേധാവികൾക്കും മുഖ്യമന്ത്രിക്കും നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട്. ജനപ്രതിനിധിയായ യുവനേതാവിൽ നിന്ന് മോശം അനുഭവമുണ്ടായെന്ന് വെളിപ്പെടുത്തിയതിനു ശേഷം റിനിക്കെതിരെ വ്യാപക സൈബർ ആക്രമണമാണ് നടക്കുന്നത്. എന്നാൽ യുവനേതാവ് ആരാണെന്ന് വെളിപ്പെടുത്താൻ റിനി ഇപ്പോഴും തയ്യാറായിട്ടില്ല. നേരത്തെ തന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ഗൂഢാലോചനയില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിനെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും റിനി ആൻ ജോർജ് പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പോലീസിൽ പരാതിയില്ലെന്ന നിലപാടിലാണ് റിനി. ന്യൂസ് 18 കൊച്ചി.